ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മളുടെ ആറ്റുകാൽ പൊങ്കാലയുടെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസത്തെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. തലേ ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ബേക്കറി ജംഗ്ഷനിലെ ഒരുക്കങ്ങളാണ്. എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എല്ലാം നല്ല ലൈറ്റ്സും നല്ല ഒരു ഉത്സവം വൈബ് പോലെയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല തന്നെയാണ്. അപ്പൊ ഈ ഏരിയയൊക്കെ നമ്മുടെ ജഗതി പൂജപ്പുര ഏരിയ ആണ്. അതുവഴിയാണ് നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഈ റൂട്ട് തന്നെയാണ് പോകുന്നത്. ഇത് നമ്മുടെ സീരിയലിന്റെ ഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് സീരിയല് കുറെ സാന്ത്വനം അങ്ങനത്തെ കുറെ സീരിയലുകളൊക്കെ ഇല്ലേ, അതിന്റെ ഷൂട്ടൊക്കെ ഇവിടെയാണ്. അപ്പൊ അവരൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു ഇടുന്നത് ആണ്. അപ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു പൊങ്കാല. അപ്പോൾ ഞാൻ എന്റെ വീഡിയോ കണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് കുറെ പേരൊക്കെ ഇട്ടത്. ഇത് കരമന ഏരിയ ആണ് കേട്ടോ. ഇവിടെ പൊങ്കാല ഇടാറില്ല. അപ്പോൾ അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊങ്കാല കഴിഞ്ഞ് പോകുന്നവർക്കും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പൂ വാങ്ങിയായിരുന്നു കേട്ടോ. നമുക്ക് കലത്തിന് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് പൂ വാങ്ങിയിട്ട് പോവാണ്. അപ്പം നമ്മുടെ പൊങ്കാല ഡേ എത്തി കേട്ടോ. ഞാൻ ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഹല്ലി ആനന്ദും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് സ്റ്റേ ചെയ്തു വീട്ടില്. രാവിലെ നമ്മൾ 2 കാറിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ, നന്ദു, പിന്നെ അമ്മ, പിന്നെ നമ്മുടെ നെയ്ബർ ഷീന ചേച്ചിയും ഉണ്ട്. അപ്പോൾ അവര് വന്ന കാറിൽ തന്നെ വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും മഹല്യയും ആനന്ദും. അപ്പൊ നമ്മൾ 2 കാറിലാണ് എല്ലാവരും കൂടെ പോകുന്നത്. രാവിലത്തെ ഒരു പൊങ്കാല കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ കരമന അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ള റൂട്ടാണിത് കേട്ടോ. അപ്പോ ഇവിടെ ഒന്നും ഇല്ല പൊങ്കാല. ഇപ്പൊ ഇത് ജഗതി, നമ്മൾ ഇന്നലെ കണ്ട ജഗതി റൂട്ടാണ്. അവിടെ എല്ലാം നല്ല രീതിയിൽ ആൾക്കാർ വന്ന് പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുണ്ട്. രാവിലെ എല്ലാവരും ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ അവരുടെ സ്ഥലത്ത് വന്ന് നിൽക്കും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തെരളിയായാലും മണ്ടപ്പറ്റിനായാലും എല്ലാം ശർക്കര കുഴയ്ക്കാനും ഒക്കെ ആയിട്ട് രാവിലെ വരും എല്ലാവരും. അല്ലെങ്കിൽ പിന്നെ പാർക്കിംഗ് ഒന്നും ശരിയാവില്ല, പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എല്ലാവരും രാവിലെ വന്ന് സെറ്റ് ചെയ്ത്, പിന്നെ അമ്മയുടെ വീടിന്റെ അടുത്തായതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് താമസിച്ച് ഇറങ്ങിയത്. നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ശാസ്തമംഗലത്ത് ആണ് ഇടുന്നത് കേട്ടോ. കഴിഞ്ഞ വട്ടം കാലടിയിലായിരുന്നു ഇട്ടത്. ഈ വട്ടം അമ്മയുടെ വീട്ടിനടുത്താണ് ഇടുന്നത്. അപ്പൊ ഇത് ശാസ്തമംഗലത്താണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ആ ഒരു ട്രീ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം ആളുകൾ ഫില്ലായിട്ടുണ്ട്. നമ്മളിവിടെ അല്ല കേട്ടോ ഇടുന്നത്. നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് ഒരു ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഇടുന്നത്. അപ്പോൾ അവരാണ് ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ക്ഷേത്ര കമ്മിറ്റി. അപ്പോൾ ഫുഡ് ആയാലും അന്നദാനം ഒക്കെ ആയാലും അവരാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ശിവക്ഷേത്രം ശാസ്തമംഗലത്തുള്ള. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇടുന്നത്. നന്ദു നമ്മളെ കൊണ്ടുവിട്ടിട്ട് പോവാട്ടോ. വർക്കുള്ളത് കൊണ്ട് നന്ദു നിൽക്കുന്നില്ല. അപ്പൊ നന്ദു പോകുന്ന ഇതാണ് കാണുന്നത്. അപ്പം ആനന്ദ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് അവർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഒരു 3 അടുപ്പ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഷീന ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും, അഹല്യയ്ക്ക്, എനിക്കും. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അമ്മയുടെ ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇടുന്നത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ശിവക്ഷേത്രം. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞത്, തെരളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശർക്കരയൊക്കെ അരിഞ്ഞു വെക്കണം. അപ്പം അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ അപ്പുറത്തിരുന്ന് അരിപ്പൊടിയൊക്കെ എടുത്ത് കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മളിവിടെ ചെയ്തിട്ട് വേണം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്, കുറേ പേരുണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് നമ്മൾ വീടിനകത്തിരുന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാണ്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് ബോറടിച്ചിട്ട് വയ്യാന്ന് തോന്നുന്നു. അച്ഛനിങ്ങനെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്നൊക്കെ നോക്കുകയാണ്. അച്ഛന് പിന്നെ ഇതിനകത്തൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മൊത്തം പെണ്ണുങ്ങൾ. അപ്പൊ അതിനിടയിൽ നിൽക്കുകയാണ്. പിന്നെ ആനന്ദുണ്ട് കേട്ടോ. ആനന്ദ് പിന്നെ നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നുണ്ടായിരുന്നു, എല്ലാത്തിനും ഹെൽപ്പ് ഉണ്ടായിരുന്നു ആനന്ദ്. ശർക്കര തിരുങ്ങാനായാലും എല്ലാത്തിനും അവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. അപ്പൊ നമ്മള് ഏകദേശം നമ്മളുടെ സമയം ആവാറായി. 10:15-നാണ് തീ പകരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കലമൊക്കെ കഴുകിയിട്ട് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ ബാക്കിയുള്ളവരുടെ എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും അവരുടെ സ്പേസിൽ എല്ലാം കലമൊക്കെ വെച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കുറേ ആൾക്കാരും ഇടുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ സൈഡിൽ തന്നെ ഇടുന്നത്. അപ്പം ഞാനാണെങ്കിൽ വെള്ളമൊക്കെ പിടിച്ച് ഇനി അവിടെ കൊണ്ട് വെക്കാനായിട്ടുള്ള പുറപ്പാടാണ്. ഞാൻ ഇന്നലെ പൂ വാങ്ങിയെന്ന് പറഞ്ഞില്ലായിരുന്നോ, കലത്തിന് ചുറ്റിനും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് 2 കലത്തിലും. നമ്മൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അവന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളൊന്നും കഴിച്ചില്ല. നമ്മൾ എന്തായാലും ഇനി അത് പൊങ്കാല കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ കഴിക്കട്ടെന്ന് കരുതി അവനും അച്ഛനും ഫുഡ് കൊടുത്തു. ഇതാണ് അമ്മയുടെ നാത്തൂൻ. അപ്പോൾ എല്ലാവരും ഭയങ്കര രീതിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളിലുമാണ്. അപ്പോൾ ഇത് അമ്മയുടെ ചേച്ചിയാണ്, അത് നമ്മുടെ നെയ്ബർ ഷീന ചേച്ചി. അമ്മ അപ്പം ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതിലേക്ക് കടക്കുകയാണ്. പിന്നെ തെരളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പഴം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പേരും കൂടെ പോവാണ് കേട്ടോ. നമ്മളെ പറഞ്ഞു വിട്ടു എല്ലാവരും കൂടെ.
അടുപ്പിൽ തീ പകരുന്ന സമയമായിട്ടുണ്ട്, 10-15 അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ അരി ഇങ്ങനെ തിളച്ച് തൂവുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ആദ്യം എൻ്റെ അരിയാണ് തിളച്ച് തൂകിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ കുരവിടാൻ തുടങ്ങും അരി തിളച്ച് തൂവുമ്പോൾ. പിന്നെ അഹല്യയുടെ തിളച്ച് തൂകി.
നമ്മളുടെ 3 പേരുടെ അങ്ങനെ തിളച്ചു കേട്ടോ. വെള്ളം തിളച്ച് തൂകിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇടാം. വെള്ളം തിളച്ച് പോയി കഴിഞ്ഞ് ഇച്ചിരി വേവാകുമ്പോഴത്തേക്കും ശർക്കര ഇടാം. ശർക്കര ഒരു കവർ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, മൊത്തം ഇട്ടിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഇട്ടു. പിന്നെ പഴം അരിഞ്ഞിട്ടു. വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാം. നമ്മളതൊന്നും ഇട്ടില്ല. നമ്മൾ പിന്നെ നെയ്യും കൂടെ ഒഴിച്ചോളൂ. അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നു, പക്ഷെ ഇട്ടില്ല. അത് ഇടരുതെന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്, അപ്പം അതുകൊണ്ട് അത് ഇട്ടില്ലായിരുന്നു. പക്ഷെ ഇടുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട്. ഇനി കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഒരുപാടൊന്നും വെച്ചിട്ടില്ല. ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. അപ്പം ഞാനത് മാറ്റുന്നുണ്ട്. നമ്മുടെ പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരളിയും മണ്ടപ്പുറ്റുമൊക്കെ വെക്കണം. അപ്പം അത് അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് അതിൻ്റെ കൂടെ തന്നെ വെച്ചിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ആദ്യം ആ ഐഡിയ വന്നില്ല. പിന്നെ ഒരുപാട് അടുപ്പ് ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, അതിൽ വെച്ചാൽ മതിയായിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ തിരളിയും മണ്ടപ്പുറ്റും എല്ലാം വെച്ചത്. രണ്ടമ്മമാരും കൂടെ അത് ചെയ്തു. നമുക്ക് പിന്നെ അത് വെക്കാനുള്ള ശേഷിയില്ലായിരുന്നു, എല്ലാവരും കുഴഞ്ഞു. ഇപ്പോൾ പൊങ്കാലൊക്കെ ഇട്ട് കഴിഞ്ഞ് ആകെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഹോളിൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറേ ഇങ്ങനെ സംഭാരം കവറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാനൊരു 6 പാക്കറ്റെങ്കിലും കുടിച്ചതാണ്. അപ്പോൾ അഹല്യയും കുടിക്കുന്ന ഏതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മിൽമയുടെ. അപ്പോൾ അത് തന്നെ ധാരാളമായിരുന്നു. വയറ് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നാലും അന്നദാനം ഉണ്ട്. അപ്പോൾ അമ്മ അവിടെ തിരളി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് നിങ്ങളും 3 പേര് പോയി കഴിക്കാൻ പറഞ്ഞു. ഞാനും അമ്മയും അച്ഛനും. അവർ രണ്ടുപേരും കഴിക്കുന്നില്ല, അവർക്ക് വേണ്ട, അവർക്ക് ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കഴിച്ചു. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ അന്നദാനത്തിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു, എന്നാലും അത് പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നദാനത്തിന് നമുക്ക് ഫ്രൈഡ് റൈസും പിന്നെ സാലഡും പിക്കിളും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് തണ്ണിമത്തനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തണ്ണിമത്തൻ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പം വീട്ടിലൊക്കെ ആളുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. അപ്പം ഞങ്ങൾ 3 പേരും 2 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് അച്ഛൻ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അതുമല്ല ഈ ചൂടത്ത് ഇത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പൊങ്കാലയും തിരളിയും മണ്ടപ്പുറ്റ് വെച്ചേക്കുവാണ്, അത് റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൂടെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം റെഡിയായി. അപ്പോൾ അത് അമ്മ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് നമ്മൾ ആരും ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറിയിട്ടോ. എനിക്ക് സാരി ഉടുത്ത് ഇത്രയും നേരം ചൂടത്ത് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഇനി പുണ്യവെള്ളം തളിക്കുന്ന ആ ഒരു ചടങ്ങല്ലേ ഉള്ളൂ, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഡ്രസ്സ് മാറി, ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവർ രണ്ടുപേരും കൂടെ എടുത്തു. ഞാൻ പിന്നെ നിന്നില്ല, ഞാൻ പിന്നെ കുറച്ച് നേരം പോയി കിടക്കുകയൊക്കെ ചെയ്തു, റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1:15 നമുക്ക് ഈ പുണ്യവെള്ളം തളിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ലക്കി ഡ്രോയുടെ കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ
ഒന്ന് ഞങ്ങൾക്കാണ് അടിച്ചത്. ഞങ്ങൾ 2 എടുത്തു. അപ്പോൾ 163 എന്ന നമ്പറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അനൗൺസ് ചെയ്യുമായിരുന്നു കേട്ടോ. ലക്കിയെടുപ്പിന്റെ സമ്മാനാർഹരായ ഭക്തജനങ്ങൾ സ്റ്റേജിന്റെ വലതുവശം എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ഞാനത് വാങ്ങിക്കാൻ പോയപ്പോഴാണ് പുണ്യവെള്ളം തളിക്കുന്നത് കണ്ടത്. അങ്ങനെ പെട്ടെന്ന് അത് വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ എൻ്റെ സ്ഥലത്ത് എൻ്റെ സ്പേസ് തന്നെ ചെന്ന് നിന്നു. അപ്പോൾ നമുക്കൊരു സാരിയാണ് കേട്ടോ കിട്ടിയത്, ഒരു പൊങ്കാല സാരി. അപ്പോൾ അടുത്ത വട്ടം വേണമെങ്കിൽ ഉടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാം. ഞാനിങ്ങനെ സാരിയൊന്നും ഉടുക്കാറില്ല, അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ വന്നിട്ട് തളിക്കാൻ വന്നു. അപ്പോൾ ഒരു ചെറിയ ദക്ഷിണ പോലെ ഒരു 20 രൂപ കൊടുത്തു. അപ്പോൾ ഈ വർഷത്തെ പൊങ്കാല അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു എൻ്റെ ആദ്യത്തെ പൊങ്കാല. അപ്പോൾ ഇനി എനിക്ക് പൊങ്കാല ഇടണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ ഇടണമെന്ന് നമുക്ക് തോന്നും മനസ്സിൽ. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. അധികം ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, നമ്മൾ വേറെ വഴിയൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.